ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഇന്ന് ഷാസ് രാവിലെ പോയി ഗൈസ്. അവനെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഉച്ച വരെ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണമായിരുന്നു, കിറങ്ങിയൊരു വഴിയായി. അപ്പോൾ ദ തിങ് ഈസ്, ഇന്ന് നമ്മൾ കപ്പ കൾച്ചറിന് പോവുകയാണ്. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ ഉണ്ട് ഗൈസ്, മാതൃഭൂമി നടത്തുന്നത്. അപ്പം പണ്ടെന്തോ ഞാൻ പോയിട്ടുണ്ട് കപ്പയുടെ വേറൊരു ഫെസ്റ്റിവൽ, മോജോയോ അങ്ങനെ എന്തോ ആയിട്ട്, മ്യൂസിക് മോജോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ ഒരു ഇവന്റ് ഇപ്പോഴാണ് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോനും ഉണ്ട്, അവന് കമ്പനി തരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു, ആരെയും കിട്ടിയില്ല കൂടെ വരാൻ. അവസാനം പിന്നെ അത് 2 പേര്, ഞാൻ പറഞ്ഞ 2 മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരായിട്ട് നമ്മൾ ഇന്നും നാളെയും ഇന്നലെയും പോവായിരുന്നു. പക്ഷെ ഇന്നലെ പിന്നെ ഷാസൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ആയിപ്പോയി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ബിയേഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യുന്നു. സോനു വരുന്നു, അവനെയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ ബോൾഗാട്ടി പാലസിലാണ് കേസ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് വിശേഷം എന്നുള്ളത് നമുക്ക് നോക്കാം. വ്ളോഗിങ് അനുവദിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ ഇത് എടുക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരെ ഗോപൻ്റെ അങ്ങോട്ട് പോട്ടെ. സ്റ്റൈൽ എക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ എപ്പോഴും പോകുന്ന സലൂൺ. ലെറ്റ്സ് സീ, ബൈ. അങ്ങനെ കേസ് നമ്മൾ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തു. കഫിഖാനയിൽ ഒന്ന് സോനുവിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മൾ കപ്പ കൾച്ചറിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേസ്. അപ്പോൾ എന്താണ് സംഭവം, ഹൗസ് സെറ്റ്, പിന്നെ പരിചയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം കേസ്. അല്ല, കാണിക്കാന്നല്ല, അവരെ കാണാമല്ലോ. അപ്പോൾ ഞാൻ കാണിക്കാം. നമുക്ക് പരിചയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ബിക്കോസ് മൊത്തം കൊച്ചി അവിടെ കാണണം. സോ ദ തിങ് ഈസ്, ലെറ്റ്സ് ഗോ ആൻഡ് സീ. എൻ്റെ ഒരു ഫ്രണ്ടും വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇവരൊക്കെ ഇന്ന് വരുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്തായാലും അവിടെ പോയി അവരെയൊക്കെ കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ വന്നിരിക്കേ മിസ്റ്റർ പാർട്ടി അനിമൽ. ഇവരെ വിളിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് പാർട്ടി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് പരിചയക്കാരവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. എന്നിട്ട് നമ്മൾ വീണ്ടും വരുന്നത്. ഇതൊക്കെ അനുവദിക്കുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഈ പിടിയൊക്കെ വ്ളോഗിന്റെ എനിക്ക് അത് കൈ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യേണ്ട ഗതികേട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് സീ. അല്ലെങ്കിൽ പിന്നെ ഹോൾഡ് ഉപയോഗിച്ച് കയറാൻ പറ്റുമോ നോക്കാം. ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ്, നമ്മൾ കപ്പ കൾച്ചറിലെത്തി. വഴി തെറ്റി നമ്മൾ ബോൾഗാട്ടി മൊത്തം നടക്കുകയാണ്. അവന് വഴിയൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ബോൾഗാട്ടിയുടെ ബാക്കിൽ പോയിട്ട് നേരത്തെ വന്ന വഴിയിൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടെ കുറച്ച് മ്യൂസിക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടൂ മച്ച് മ്യൂസിക്. ശരി ഗൈസ്, നമ്മളെന്നാലും കേറിയിട്ട് വരാം. സോനു കണ്ട ലുക്കിലൊക്കെ പോവേണ്. ഒരു കാര്യമില്ല, എന്നാലും ഓക്കെ പോവാ ഗൈസ്. ഞാനും പഠിച്ചിരുന്നേ ഉള്ളൂ. അതെ മതി. പഠിച്ചു. ഈ സാധനം എന്താണ് കൂതറാ? ഇത് വളരെ പഠിച്ചല്ല. പണ്ടാൽ ആ സാധനം ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണ് താടിക്ക് ഇത് ബെസ്റ്റ് ഓഫ് 3 ആണല്ലേ, ഫൈനലാണ്. അയ്യോ, യെസ്. ചേച്ചി അവനെ അടിച്ച് തോപ്പിച്ചിട്ടുണ്ട്. പഴയ ഗെയിമറാണ്, ഞാൻ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ പാടാണെന്ന് അറിയാം, എന്നാലും നമ്മളെ പൊളിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അവനെ തോപ്പിച്ച് ജയിച്ച്. സ്ട്രീറ്റ് ഫൈറ്റർ ടൈപ്പ് ആർക്കേഡ്. ഇതിലും ഞാൻ തന്നെ പുലി. ഇതാണ് ഗൈസ് DJ. ഫുൾ മ്യൂസിക് കോപ്പിറൈറ്റ് അടിക്കായിരുന്ന ഭാഗ്യം. നല്ല സെറ്റപ്പ് സ്റ്റേജൊക്കെ. ഇതാണ് ഗൈസ് നാട്ടുകാർ. പിന്നെ ഈ സൺസെറ്റിന്റെ ഒക്കെ വൈബിലിരുന്ന് എൻജോയ് ചെയ്യുന്ന സോനും. ഗൈസ്, കപ്പ കൾച്ചറിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള പ്രതിമയാണെന്ന് തോന്നുന്നു. തിരിഞ്ഞിരിക്കുന്നു. അല്ല, നമ്മളിപ്പോ ബാക്കിലാണ്, അതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിൽക്കുക. ഒരുമാതിരി പാർക്കിനെ കൺവേർട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ പച്ച കുത്തും. ഇതെന്താ സ്പ്രേ പെയിന്റാ? ഓ നൈസ് ഗൈസ്, കൊള്ളാം. ഇവിടെ 90 മില്യൺ കോഫിയുടെ സ്റ്റോളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആദ്യം ഒരു കോഫി അടിക്കട്ടെ ഗൈസ്. ലെറ്റ്സ് സീ. എന്തെങ്കിലും കഴിക്കട്ടെ ഗൈസ്. കോഫി എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. ബൈ ഗൈസ്. സോനുവിന്റെ ഫ്രണ്ടിന്റെ കഫേയാണ് ദ ലോസ്റ്റ് മോമോ. അപ്പം അവൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ, ഞാൻ അതിൽ നിന്ന് ഷെയർ ചെയ്യാന്നുള്ള പ്ലാൻ ഇരിക്കുകയാണ്. കൊള്ളാം കേട്ടാ ഗൈസ്. ഇതേപോലത്തെ 30 സ്റ്റോൾ അടുപ്പിച്ചുണ്ടെന്നാണ് കേട്ടാ. സോ ലെറ്റ്സ് സീ ഗൈസ്. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കുറച്ചൊന്ന് സാമ്പിൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്തേലോട്ടോ. ബൈ ഗൈസ്. ഇവരാണ് ലോസ്റ്റ് മോമോയുടെ ഓണേഴ്സ്. അപ്പം സോനുവിന്റെ കൂടെ പഠിച്ചായിരുന്നു തോന്നുന്നു ചൈനയിൽ. അപ്പം ഇതാണ് അവരുടെ മോമോ സെറ്റപ്പ്. കൊള്ളാം. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വരാം. മോമോസ്, സ്ട്രിപ്സ് എല്ലാം ഉണ്ട്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഗൈസ്, ഇതാണ് ഈറ്റ് ലൈക്ക് ജോ. പുള്ളിയാണ് ഇവിടെ ഫുഡ് ക്യൂറേറ്റർ. പുള്ളി അറിയാത്തവർ വളരെ കുറവാണ്. ഇത് നാച്ചുറൽ കാൻഡിഡ് ആയിട്ട് ബ്ലോഗറിനെ പഠിപ്പിക്കേണ്ടത്. ഇല്ലല്ലേ, നമ്മളിപ്പോ വന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ആണ്. നമ്മൾ ആദ്യം തുടക്കം ഇതിൽ നിന്നാണ്. ഇനി അങ്ങോട്ട്
എല്ലാം ഒന്ന് കറങ്ങി കാണും. 33 സ്റ്റോള് ഗൈസ്. മനുഷ്യൻ മറ്റേ പ്രാന്താവും ഏത് കഴിക്കണമെന്ന് പറഞ്ഞൂടാ. എന്തായാലും ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അത്യാവശ്യം മെയിൻ ആൾക്കാരെല്ലാരും ഉണ്ട് നമ്മളെ കൊച്ചിയിലുള്ള. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അത് നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. കഴിയടാ. അങ്ങനെ ഉണ്ട്. നല്ല ചൂടായിരിക്കും. ഓക്കെ, അത് കാണാൻ വേണ്ടിയായിരുന്നു. കൊള്ളാം, നല്ല ചൂടാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് ആക്രാന്തം കാണിക്കല്ലോ. ചെറുതായിട്ടൊന്ന് വാ പൊള്ളിയിട്ട് വീണ്ടും രണ്ടാമത്തെ ശ്രമം. സെക്കൻഡ് ഇതിനകത്തൊന്നുമില്ല. ഇവിടെ വെള്ളമില്ല. കുഴപ്പമില്ലടാ, പെട്ടെന്ന് അയച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ജ്യൂസ് കുടിക്കാം. ശരിയുണ്ടോ? സ്പൈസിയാണോ? ഓക്കെ, കണ്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നു ഗൈസ്. ഞാനും കൂടെ ഒരെണ്ണം. ഞാൻ എത്ര നാളെന്നറിയാം മോമോസ് കഴിച്ചിട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് സാധനം. നമ്മള് ഫ്രൈഡ് മോമോ ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കുറച്ച് ഒത്തിരി. അടുത്ത നമ്മളെ സോസേജ് കഴിച്ചിട്ട് വരാം. ഇതാണ് അവരുടെ ബാർബക്യൂ സോസേജ്. കൊള്ളാം അല്ലേ? കൊള്ളാം ഗൈസ്. സോസേജ് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഞാൻ വ്ളോഗ് ഇടുമ്പോൾ എന്തായാലും ഇത് കഴിയും. ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം. ബൈ. ഫ്രൂസില് എന്തോന്ന് ഗൈസ്, ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് കോൾഡ് പ്രസ് ടാങ്കി. നമ്മളിപ്പോ ഒരു സ്ട്രോബെറി ലെമണും ഒരു പൈനാപ്പിൾ ഓറഞ്ചാ വാട്ടർമെലൺ സെറ്റസും ഉണ്ട്. അത് നമ്മളെ ജോയുടെ ഫേവറേറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. നേരത്തെ അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം നല്ല സാധനങ്ങളെ പുള്ളി കുടിക്കത്തുള്ളൂ, അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് കുടിക്കാം. നോക്കാം, കുടിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബൈ. എങ്ങനെയുണ്ട്? റിഫ്രഷിംഗ് ആണ്. നല്ല ചൂടുള്ള സമയത്ത് ഡീഹൈഡ്രേഷൻ ഒക്കെ തുടങ്ങുന്നത് കഴിക്കാൻ പറ്റിയ അടിപൊളി. ഓ, ഇത് പൊളി പൊളിയാണ്. വാട്ടർമെലൺ നല്ല റിഫ്രഷിംഗ് ആണ്. ഓക്കെ, എന്റെ ഐറ്റം കൊള്ളാം. This is good guys. Strawberry lemon is really good. ഇവൻ മറ്റേ എന്താണ് ഗ്രീൻ ആപ്പിളാ എന്തോന്നു വാട്ടർമെലണും സിട്രസും വെരി കോമൺ. പക്ഷെ കൊള്ളാൻ തോന്നുന്നു. കുറച്ചൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് കൊള്ളാം കഴിച്ചു. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാകുന്ന സാധനമാണ്. അമ്മരനെ എഴുതിയിട്ടുണ്ട് നോ ജങ്ക് നോ ഓൺലി ഫ്രൂട്ട്സ് എന്ന്. അപ്പൊ ഇതൊരു നല്ല സ്ഥലമാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അടുത്ത സ്ഥലം നോക്കി പോട്ടെ കഴിച്ചു. ഇത് കഴിച്ച് കുടിച്ചതിന് ശേഷം ബൈ ഗൈസ്. കുറെ സ്റ്റോളുകളുണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും സ്റ്റോളേ ഉള്ളൂ. പിന്നെ കുറെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ ഐറ്റം ഫുൾ വൈബാണ് കേസ്. ഗോവ എന്തോ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ടേസ്റ്റി നിപ്പിൾസോ. അടുത്ത സ്ഥലം നോക്കിട്ട് വരാം. ബൈ ഗൈസ്. സോനു അമ്പും ബില്ലും കളിക്കാൻ പോവാണ്. നിനക്ക് ഞാൻ ചിപ്സ് വാങ്ങിച്ചു തരായിരുന്നല്ലോ. രസമല്ലേ ഇതൊക്കെയല്ലേ രസം ഗൈസ്. ഇത് ഈ സാധനം അമ്പും ബില്ലും വെച്ചതോ അവിടെ അടിച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രീ ചിപ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. തലക്കടിച്ചാ നിനക്ക് ഞാൻ ചിപ്സ് എടുത്ത് നിന്റെ തലക്കടി. സോനു ഉന്നം വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ പൊക്കി അടിച്ചാൽ മതി. സോനു പഴയ അർജുനന്റെ പിൻഗാമിയാണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ് ചിപ്സ് തിന്നാൻ. താത്തി അടിയടാ, അത്രയും താക്കണ്ട, കുറച്ച് മതി. കഴിച്ചോ. ഒരു ഡോക്ടറിന്റെ രോദൻ. ഓ, ആദ്യം നേരെ അടിച്ചു വഴി എന്നിട്ടല്ലേ വളച്ചടിക്കുന്നു. അയ്യോ, ഇത് ഇതിനിടയിൽ കയറി അടിക്കാൻ പറ്റും. ഓ, ഫ്രീ പാർട്ടിസിപ്പേഷൻ. ഞാനും അടിക്കാം കഴിച്ചു. എനിക്കും അടിക്കാം. ആടിയാ എനിക്കും അടിക്കണം കഴിച്ചു. ഞാനും അടിക്കാം. സനു തരൂ, ആയുധം തരൂ. നടക്കൂ. ഓ, ഇത് ട്രയലാണ്. ട്രയൽ. അങ്ങനെയൊക്കെ. ഓ, നീ ഷൂട്ട് ചെയ്യണല്ലേ? ഇവിടെ ഇത് ഷൂട്ട് ചെയ്യണ്ട. പ്രോസരി നോക്കുകയാണ്. ഓ, പഠിച്ചു വരുന്നേ ഉള്ളൂ. മൂന്ന് അമ്പേ ഉള്ളൂ. ചലഞ്ചിങ് ആക്കി കളഞ്ഞു. 5 എണ്ണമെങ്കിലും വേണമായിരുന്നു. അമ്പിനെന്തോ പ്രശ്നമുണ്ടെന്നാണ്. നമ്മള് മത്സരിച്ച പൊരുതി തോറ്റതിന് നമുക്ക് 2 ചിപ്സ് കിട്ടി. കൊള്ളാം. അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് പോയിട്ട് വരാം. ബൈ. നമ്മളെ ഫ്യൂജി ഫിലിമിന്റെ പയ്യന്മാരാണ്. അവരെന്തോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു മറ്റേ ഇൻസ്റ്റാക്സിന്റെ പരസ്യം ഒന്ന് നടക്കുകയാണ്. അപ്പൊ അതെന്തായാലും ഗൈസ് ഒന്ന് കഴിഞ്ഞിട്ട് അവനോട് ഒരു ഹായ് പറഞ്ഞിട്ട് പോവാം. ബൈ. ഇതാണ് കപ്പ കൾച്ചറിന്റെ ബ്രാൻഡ് അംബാസഡർ. കണ്ണാടി വെച്ച ഒരാൾ. പക്ഷേ കൊള്ളാം, നൈസ്. അത്യാവശ്യം നല്ല വൈബ് പരിപാടിയാണ് ഗൈസ്. എല്ലാ ടൈപ്പ് സ്റ്റോൾസും ഉണ്ട്.
സോ നമ്മളൊന്നുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടാകുന്നുള്ള അറിഞ്ഞിട്ട് വരാം ഗൈസ്. ബൈ. ഇതാണ് സ്റ്റേജ്. കുറച്ചു നേരം ഇത് കണ്ടിട്ട് വീട്ടിൽ പോവാം. ബൈ. ഇവിടെ എന്തൊക്കെയാ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. മ്യൂസിക് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാൻ ചാനൽ കൊള്ളാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതേ ഉള്ളൂ, വളരെ വരുന്നതേ ഉള്ളൂ തിരക്ക്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പാക്ഡ് ആവാൻ ചാൻസ്. ലെറ്റ്സ് സീ ഗൈസ്. ഇതാണ് സ്റ്റേജ്. ഓനും അവിടെ ഇങ്ങനെയാണ് വായം തുറന്ന് ചെയ്യാം. ഡാൻസ് ഫുൾ ഡാൻസ് ആണ്. ഡാൻസ് രക്ഷയില്ല കേട്ടാ. ഡീജെ അതിന്റെ ആദ്യം ശരി ഗൈസ്. അടുത്ത് എന്തെങ്കിലും കുടിച്ചിട്ട് വരാം, ദാഹിക്കുന്നത്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ഹമ്പിളിനെ കണ്ടിരിക്കുകയാണ്. സാർ ഹമ്പിൾ സാർ ഹമ്പിൾ. അപ്പം ഹമ്പിള് മൈജിയിലാണ് വർക്ക് ചെയ്യുന്നത് ഗൈസ്. അമ്മ കളിയില്ലെന്നല്ലേ നീ കളിച്ചോണെങ്കിൽ ആ ബസ് ഞാനും ഓർമ്മ ഉള്ളു. പോടാ നീ കളിച്ചോ ഗൈസ്. പാമ്പും കോണി മൈജിയുടെ ഓളോ ആൻഡ് വിൻ ഇതൊക്കെ പരിപാടികളുണ്ട് ഗൈസ്. കൊള്ളാം മൈജി. സോനു തോറ്റിരിക്കുകയാണെന്ന് തോന്നുന്നു. തോറ്റാടാ. ആ അത് മനസ്സിലായി. വീണ്ടും വീണ്ടും തോറ്റ് തൊപ്പിട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. സോനു ബാ, കുഴപ്പമില്ല ബാ. വീണ്ടും തോറ്റിരിക്കുകയാണ് ഗൈസ്. വാ നമുക്ക് തോക്കാത്ത കളികളിലോട്ട് വാ. വാ ഇതെന്തോ ഓ അങ്ങനെ ഇതിലിട്ട് നീ നാണം കടണ്ട. ആ ഇട്ടോ കുഴപ്പമില്ല. ഇതിലും കൂടെ തോറ്റ് കഴിഞ്ഞാ പിന്നെ സോനുവിന്റെ എന്റെ പൊന്നോ ലൈവ് വിന്നി. കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചിടാ ഗിഫ്റ്റ് കിട്ടി. എവിടെ ഗിഫ്റ്റ് കിട്ടി. വാ ഗിഫ്റ്റ് കൊടു. അല്ല കൂടിയ ഗിഫ്റ്റ് കൊടുത്തോ. കൂടിയ ഗിഫ്റ്റ്. ഭാഗ്യമില്ലാത്ത സോനു അവസാനം പ്രൈസ് അടിച്ചിരിക്കുകയാണ്. അതോളാം ഇഷ്ടപ്പെട്ട് അങ്ങനെ സോനു പ്രൈസ് അടിച്ചു. നമ്മൾ വെറുതെ ഇല്ല. ഐജിയിലെ നമുക്ക് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. അതാ സോനു പ്രൈസ് വാങ്ങിക്കാൻ പോവാണ് മൈജിയിൽ. അങ്ങനെ ബോള് കപ്പിലിടുന്ന പരിപാടിയാണ്. ബൗൺസ് പോലും ചെയ്യുന്നില്ല. പിച്ച് ചെയ്യിപ്പിക്കണം. കാറ്റ് അപ്പുറത്തെ വെളയിൽ പോയി. ഉന്നമില്ലാത്ത സോനു. നീയോ ഞാൻ ചെയ്യണോ? എന്നാ പിടിച്ചോ. ഓ കേട്ടോ. കറക്റ്റ് നടുക്കൂടെ പോകുന്നു. ഇല്ല കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് പോരാ. അതിന്റെ ലക്കി ഡേ അല്ല ഗൈസ്. അപ്പൊ അത് കപ്പ് എടുത്ത് വെച്ചോണ്ട് കപ്പിലൊന്നും കാണത്തില്ല. കുഴപ്പമില്ല ഗൈസ്. ഫ്ലേമിംഗ് ഹോട്ട് ബീഫ് ടർക്കി, സ്വീറ്റ് ബാർബിക്യൂ ആൻഡ് വി ഹാവ് ഒറിജിനൽ. ഈ 3 ഫ്ലേവേഴ്സ് ആണ് ഉള്ളത്. ബീഫില് വി ഹാവ് ചിക്കനില് 2 ഫ്ലേവേഴ്സ് ഉണ്ട്. ചിക്കൻ മതി. ബീഫ് കഴിച്ചിട്ടുള്ള വില കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇവൻ തന്നെ ഡോക്ടറാണ് അവൻ. ബീഫല്ലേ കഴിച്ചേ? ഒറിജിനലാണോ? ഞാൻ കഴിക്കണ ഒറിജിനലാണോ അല്ലേ? എരിവുണ്ടോ? ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഫ്ലേവേഴ്സ്. അതാണ് ഇതിന്റെ ചാലഞ്ച്. ഇതിന്റെ ചെറിയ ഏരിയ ഉണ്ട്. അയ്യോ അങ്ങനെയല്ല. മൊത്തം കാണാറുണ്ട്. വീഡിയോ വരാതിരിക്കുമ്പോ പോയി ഡെയിലി വ്ലോഗ്സ് ഒക്കെ ഇത് കംബാക്ക് വ്ലോഗാണ്. കഴിച്ചു നോക്ക്. ഇതെല്ലാം ബീഫാ? എല്ലാം ബീഫ്. ചിക്കൻ ഉണ്ട്. ക്ലാസിക്കിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ഫ്ലേമിംഗ് ഹോട്ട് ആൻഡ് സ്വീറ്റ് വെള്ളല്ലേ ചവച്ചോണ്ടിരിക്കാം. സ്നാക്ക് 24 grams പ്രോട്ടീൻ ഉണ്ട് 50 grams. Some protein snack, grab a jerky, 50 grams, 24 grams protein ഉണ്ട്. Calories less. പരസ്യമായല്ലോ.
ഇത് തിന്ന് തീർക്കുന്നു. This is for you guys. ഞാൻ പിന്നെ ജിമ്മിന്റെ അത് ഇടണോണ്ട് കുഴപ്പമില്ല guys. മലയാളിയാണ്. മലയാളം beef. ബീഫ് അവിടെ ഒരാളവിടെ ടെൻഷൻ ആയി നിൽക്കാൻ ബീഫ് കഴിക്കാൻ പറ്റില്ല. Flame ഇങ്ങോട്ട് മതി. അതെ guys, ഇവിടെ സാധനം കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്റ്റോൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇത് കൊള്ളാം. നൈസ്. ഇതാണ് best. അവന് കിട്ടി. Guys should try this. പ്രോട്ടീൻ ഒക്കെ അടിച്ച് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ താങ്ക് യു സോ മച്ച്. പേര് എങ്ങനെയാ? My name is Ashrut. Ashrut. ആശ്രിത്. Yes. ഓടെ പേര് Vishnu. ജിഷ്ണു. ഓക്കെ ഗൈസ്, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും നമ്മളെ ബ്ലോഗിൽ വന്നിരിക്കുകയാണ്. എന്റെ അഡ്രസ് ഉണ്ട് ഗൈസ്. പോർച്ചുഗീസ് കുസീൻ ഉണ്ടല്ലോ ഇവിടെ. കണ്ട് അങ്ങനെ കണ്ടിരിക്കുകയാണ്. ഹലോ, അങ്ങനെ ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഗ്രില്ലായിരുന്നല്ലേ? For me flat. നടക്കട്ടെ. കൊള്ളാം. ജനസമുദ്രം പാർട്ടി അനിമൽ കയറി പോണം. ഒന്നും എടുക്കൂല. വീണ്ടും തോറ്റിരിക്കുകയാണ്. തോക്കുന്ന എടുക്കൂല. എന്നിട്ട് ഇങ്ങനെ ഒരു കളി തോറ്റേണ്ടതും പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞ മറ്റേ നശിപ്പിച്ച കളഞ്ഞ ഈ കളി. ഓ, തോനും എന്താണെന്ന് പോലും അറിഞ്ഞില്ല. പുകയും മയോ ഇതിലോ ഇതിലോ. Come on. ഇതൊക്കെ സില്ലി സാധനങ്ങളാ നമ്മള് അടിച്ചിട്ട്. കമോൺ ഈഗോ അടുത്ത vlog എടുക്കാം. അടുത്ത vlog എടുക്കാം. അടുത്ത വ്ളോഗ് ബൈ. ഓക്കെയാണ് ഗൈസ്. ഇവിടെ ആർക്കേഡ് പരിപാടി, DJ കൊള്ളാം. നല്ല രസമുണ്ട്. നല്ല സ്മാർട്ട് പരിപാടി. നൈസ് ഗൈസ്. അത് അവസാനം ഇങ്ങനെ ചുമ്മാ ഇട്ടാ മതി. ഗൈസ്, ഇതാണ് പാർട്ടിയുടെ അവസാനം. എല്ലാരും നനഞ്ഞു കുളിച്ചോണ്ട് ഓടുന്നു. ഓട്ടം. ഓ, രണ്ട് സോനു വെറ്റ് പാർട്ടി. അങ്ങനെ ഗൈസ്, കഫിക്കാനയിൽ നമുക്ക് ആളുള്ളതുകൊണ്ട് നമുക്ക് കാപ്പി കിട്ടി. ഉള്ള മഴയൊക്കെ നനഞ്ഞ് കുളിച്ചൊരു വാഴിക്കായിട്ട് വന്നപ്പോഴേക്കും ഒരു കൊർട്ടാഡോ കഴിച്ചിട്ട് വീട്ടിൽ പോയത്. താങ്ക്സ് ടാ. നനഞ്ഞ് കുളിച്ചൊരു വഴിക്കായി ഗൈസ്. നനയാൻ ബാക്കിയായിട്ട് ഇനി ഒന്നുമില്ല. നാളത്തെ കപ്പ കൾച്ചറിന് പോവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോവുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ ഒറ്റ വ്ളോഗായിട്ടിടും. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ബാക്കി നാളെ കാണാം. ഇൻ കേസ് നാളെ ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ബൈ.